വെൽക്കം ബാക്ക് ടു മൈ ട്യൂഷൻ. നമുക്ക് മെട്രിക്സിൽ ട്രാൻസ്പോസ് മുതലാണ് നോക്കാനുള്ളത് അല്ലേ. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഡിനോട്ടഡ് ബൈ എ ഡാഷ്. എ ആണ് പേരെങ്കിൽ എ ഡാഷ് ഓർ എ റേസ്റ്റ്. നമ്മൾ പവറായിട്ട് എന്തെഴുതാം, ടി എഴുതാം, ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എ ഡാഷ്. ഇൻ്റർചേഞ്ചിങ് റോ ആൻഡ് കോളം. ഇതിനൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. 1 2 3 0 1 7. ദിസ് ഈസ് എ 2/3 മെട്രിക്സ്. എ ഡാഷ് എന്തായിരിക്കും? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, ഇങ്ങനെ. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾ നോക്കി വയ്ക്കുക. 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് എപ്പോഴും. എ ഡാഷ് ഡാഷ് a plus b the whole dash, a dash plus b dash, a minus b the whole dash, some constant into a the whole dash എന്ന് പറഞ്ഞാൽ k into a dash. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ റിവേഴ്സാണ്, തിരിഞ്ഞ് വരും. b dash a dash എന്നാണ് വരുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. രണ്ട് മെട്രിക്സ് എന്നിട്ട് ഷോ ദാറ്റ് എ ബി ദ ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു ബി ഡാഷ് എ ഡാഷ്. നമുക്ക് അതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഇപ്പം നോക്കാം. എ -2 4 5, ബി 1 2 3. This is a 3/1 matrix. This is 1/3 matrix. Show that AB the whole dash is equal to B dash A dash. നമ്മൾ LHSും ചെയ്യണം, RHSും ചെയ്യണം. ആദ്യം AB. 3/1 മെട്രിക്സും 1/3 മെട്രിക്സും നമുക്ക് എന്ത് കിട്ടും? 3/3 മെട്രിക്സ് കിട്ടും. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, -2 into 1, -4 -6. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ്, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ്, അങ്ങനെ. അടുത്ത 5 into 1 10 50. എ ബി ദ ഹോൾ ഡാഷ് -2 -4 -6 4 8 12 5 10 50. ഇനി നമുക്ക് RHS ചെയ്യാം. ബി ഡാഷ് എ ഡാഷ്. മെട്രിക്സിൽ എപ്പോഴും നമ്മൾ ബി ഡാഷ് എ ഡാഷ് എഴുതുമ്പോൾ ഫസ്റ്റ് ബി ഡാഷ് തന്നെ എഴുതണം കേട്ടോ. ഇതിൻ്റെ ട്രാൻസ്പോസ് -2 4 5. 1 into -2 4 5, -4 8 10, -6 12 50. That is equal to AB the whole dash. അല്ലാതെ വേറെ മെട്രിക്സും ഇങ്ങനെ ചോദിക്കാം. ഈ ഒരു പ്രോപ്പർട്ടി നല്ല ക്വസ്റ്റ്യനാണ്. സിമ്മെട്രിക് മെട്രിക്സ്. സിമ്മെട്രിക് ആയിരിക്കണമെങ്കിൽ ആദ്യം എന്തായിരിക്കണം? സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. സിമ്മെട്രിക് ആയിരിക്കണമെങ്കിൽ അത് ആദ്യം എന്തായിരിക്കണം? സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. പിന്നെ എ ഡാഷ് ട്രാൻസ്പോസ് എടുത്താലും എന്തായിരിക്കണം? എ തന്നെ കിട്ടണം. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എ സിമ്മെട്രിക് മെട്രിക്സ്. ഇവിടെ നമ്മൾ എ ഐ ജെ എടുത്താൽ എന്തായിരിക്കും? എ ജെ ഐ. ഫസ്റ്റ് റോ തേർഡ് കോളം എലിമെൻറ്റ് ഏതിനോട് ഈക്വൽ ആയിരിക്കും? തേർഡ് റോ ഫസ്റ്റ് കോളം. 1 2 3. നമുക്ക് താഴോട്ട് ഇങ്ങനെ എഴുതാം. ഇവിടെ 4 എഴുതി, ഇവിടെ 5 എഴുതി, ഇവിടെ 7 ആണെങ്കിൽ അതേ നമ്പർ ഇവിടെ എഴുതുക. 1 2 3 1 2 3 2 4 7 അങ്ങനെ കിട്ടും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എക്സാമ്പിൾ എഴുതാൻ പറ്റും. ഇങ്ങനെ റോ എഴുതുക, അതിന് താഴോട്ട് എഴുതുക. ഇവിടെ ഏതെങ്കിലും ഒരു നമ്പേഴ്സൊക്കെ എഴുതാം. ഇവിടെ എഴുതുന്ന അതേ നമ്പർ ആയിരിക്കണം ഇവിടെ എഴുതേണ്ടത്. കാരണം ഇത് സെക്കൻഡ് റോ തേർഡ് കോളം, ഇത് തേർഡ് റോ സെക്കൻഡ് കോളം.
സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി സ്ക്യൂ സിമ്മെട്രിക്. സ്ക്യൂ സിമ്മെട്രിക് ആണെങ്കിലും സിമ്മെട്രിക് ആണെങ്കിലും സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം ആദ്യം അത്. പിന്നെയുള്ള കണ്ടീഷൻ എന്താ? എ ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് എ കിട്ടണം. ഡയഗണൽ എലിമെൻറ്റ്സ് എപ്പോഴും 0 ആയിരിക്കും. സിമ്മെട്രിക്കിൽ അങ്ങനെയില്ല, പക്ഷെ സ്ക്യൂ സിമ്മെട്രിക്കിൽ എന്താണ്? ഡയഗണൽ എലിമെൻറ്റ്സ് 0 ആയിരിക്കണം. നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ എ ഐ ജെ എന്ന് പറയുന്നത് മൈനസ് എ ജെ ഐ, 0 0 0 -1 എഴുതി. ഇത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളമാണ്. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ +3 ആണ്, നമുക്ക് ഇവിടെ എന്ത് എഴുതാം? -3. ഇവിടെ -5 ആണെങ്കിൽ ഇവിടെ +5. ഡയഗണൽ എലിമെൻറ്റ്സ് 0 എഴുതുക. എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ്. നമുക്കൊരു ഏത് സ്ക്വയർ മെട്രിക്സിനെ ഒരു സിമ്മെട്രിക്കിൻ്റെ സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു where P is symmetric and Q is skew symmetric. ഇതിനെ ബേസ് ചെയ്ത് ന്യൂമറിക്കലായിട്ട് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ഇത് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. മെട്രിക്സ് എ. -2 -2 -4 -1 3 4 1 -2 -3. നിങ്ങളോട് ക്വസ്റ്റ്യൻ ഇത് ചോദിക്കുകയാണ്, എക്സ്പ്രസ് എ ആസ് ദ സം ഓഫ് എ സിമ്മെട്രിക് ആൻഡ് സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണത്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് ഈ പേരില്ലെങ്കിൽ നിങ്ങൾ ഏതിന് പേര് കൊടുക്കുക, ചിലപ്പോൾ മെട്രിക്സിൻ്റെ പേര് തരും. ഇവിടെ ഇതിന് നേർക്ക് തന്നെ നിങ്ങൾ എ ഡാഷ് എഴുതുക, നേരെ എഴുതുക. അപ്പം നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. പി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ്, ഹാഫ് ഇൻറ്റു 2 + 2 4 -3 -3 -3 6 2 -3 +2 -6. ഇതൊക്കെ ഹാഫ് കൊണ്ട് ഇൻറ്റു ചെയ്ത് എഴുതാം. 2 -3/2 -3/2 -3/2 3 1 -3/2 1 -3. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? Q ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ്. നമുക്ക് പി ഇവിടെ മാറ്റി എഴുതിയിരിക്കാം. 2 -3/2 -3/2 -3/2 3 1 -3/2 1 3 -3. Q ഈസ് ഈക്വൽ ടു പി നോക്കി, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, മൈനസ് ഇതിൻ്റെ കൂടെ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ -3/2 3 1, തേർഡ് റോ തേർഡ് കോളം. ക്യൂ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ്, ഹാഫ് ഇൻറ്റു 2 - 2 0 -2 -1. അപ്പോൾ -2 + 1 എന്ത് വരും? -1 -4 -1 -1 -2 1 0 6 5 -6 0. നമുക്ക് ഹാഫ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
0 minus 1 by 2 minus 5 by 2 1 by 2 0 3 5 by 2 minus 3 0. Q dash എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും? മൈനസ് ക്യൂ ആയിരിക്കും. പി ഡാഷ് ഇസ് ഈക്വൽ ടു പി. അതുകൊണ്ടാണ് അത് പി സിമെട്രിക്കായി. ക്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു സോ എ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. നമുക്ക് ഈ കിട്ടിയ മെട്രിക്സ് എഴുതുക, ഇതും എഴുതുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചെന്ത് കിട്ടും? എ തന്നെ കിട്ടും. ടു മൈനസ് 3 by 2 minus 3 by 2 minus 3 by 2 3 1 minus 3 by 2 1 minus 3 plus 0 minus 1 by 2 minus 5 by 2 1 by 2 5 by 2 0 0 3 minus 3. ഇതാണ് എക്സ്പ്രസ് എ സ്ക്വയർ മെട്രിക്സ് എ ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്ലാസ്സിൽ ഡിറ്റർമിനൻറ്റ്.